ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പേര് എന്നോട് സൺസ്ക്രീൻസിനെ കുറിച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഞാനൊരു വീഡിയോ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ഒരു ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. അതായത് ഞാൻ മുന്നേ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല അടിപൊളി സൺസ്ക്രീൻ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ നല്ല സൺസ്ക്രീൻ ഒക്കെ നോക്കി നടക്കുന്നവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടാൽ മതിയേ. അപ്പോൾ എനിക്ക് വന്ന ഡൗട്ട്സിൽ കുറച്ച് ഡൗട്ടുകൾ. ആദ്യത്തെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും ഒരു ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്, ഭയങ്കര വെയിലുള്ള ഒരു കാലാവസ്ഥയാണ്. ഇതിൽ നമുക്ക് എത്ര SPF ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊരു യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം 30+ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ അതിൽ വരുന്ന ഒരു PA++ഉം UV റേസ് പ്രൊട്ടക്ഷനും എല്ലാം നോക്കിയിട്ട് വേണം ഒരു സൺസ്ക്രീൻ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. മിനിമം ഒരു 30+ എടുക്കുക. പിന്നെ ഭയങ്കരമായ വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 50+ ഉള്ളൊരു സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സൺസ്ക്രീൻ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും യൂസ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് വെയിൽ എന്നുള്ളൊരു ഫാക്ടർ അല്ല കേട്ടോ മെയിൻ. നമ്മുടെ UV റേസിൽ നിന്നൊക്കെയുള്ളൊരു പ്രൊട്ടക്ഷൻ, അതേപോലെ അൾട്രാ വയലറ്റ് റേസ് ആണല്ലോ UV റേസ്, അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ. നമ്മുടെ വീട്ടിലുള്ള ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഫോണിൻ്റെ വെട്ടമൊക്കെ ആണെങ്കിലും വീട്ടുകളിലുള്ള ലൈറ്റ്, ഈ ഒരു സൂര്യപ്രകാശം എന്നുള്ളതിൽ നിന്നൊക്കെ നിന്നൊരു പ്രൊട്ടക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഇപ്പോൾ വെയിലാണെങ്കിലും ഇപ്പോൾ മഴയാണെങ്കിലും സൂര്യൻ എന്തായാലും ഉദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ UV റേസ് എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നൊരു പ്രൊട്ടക്ഷനും നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡാമേജ് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ വീട്ടിൽ നിൽക്കുമ്പം യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ്, എന്നാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല, മടിയുണ്ടാണ് കേട്ടോ. പക്ഷേ യൂസ് ചെയ്യണം നല്ലതാണ്. ഈവൻ ദോ കുറേ പേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പിമ്പിൾ പോവാനും സ്കിൻ ഒന്ന് വൈറ്റൻ ആവാൻ, അതായത് ഒരു ലൈറ്റർ ആവാനും ഒക്കെ ഭയങ്കര നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ളൊരു കാര്യമല്ല സൺസ്ക്രീൻ എന്നുള്ളതെങ്കിലും നമ്മുടെ UV റേസിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ തന്നെ നമ്മളെ സ്കിൻ അധികം ഡാമേജ് ആവാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് നമ്മളൊരു 1 year ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമുക്കുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു വൈറ്റനിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ളൊരു സംഭവമല്ല. കാരണം ഞാൻ കുറേ വീഡിയോസിൽ ഇങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് സ്കിൻ ബ്രൈറ്റൻ ആയി എന്നുള്ളത് കേട്ടു. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ സ്കിൻ ഡാമേജ് ആവുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു വൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ളൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ കരിവാൾപ്പും കാര്യങ്ങളും ഒന്നും വരാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പയ്യെ നമ്മുടെ സ്കിന്നൊരു കളറ് വരുമല്ലോ, നമ്മുടെ ഒരു ഒറിജിനൽ ആ ഒരു കളറ് വരും. കാരണം മുഖം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടുമോ എന്നുള്ളത്. ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടാറില്ല. കാരണം ഓൾറെഡി അത് ടിൻറ്റഡ് ആണ്. നമ്മൾ നമ്മുടെ മുഖത്തിടുമ്പം ഒരളവിൽ എടുത്തിട്ട് മാത്രമേ നമ്മളത് യൂസ് ചെയ്യാറുള്ളൂ, ഇല്ലെങ്കിൽ അതൊരു പുട്ടിയടിച്ച ഫീലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും പ്രൊട്ടക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതിന് മുകളിൽ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ 2 finger റൂളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അതായത് 2 finger എടുത്തിട്ട് ഈ ഒരു വിരലും നിറച്ച് ഇങ്ങനെ എടുത്തിട്ട് അത് നമ്മുടെ മുഖത്തിനും നമ്മുടെ കഴുത്തിനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു അളവാണ് കേട്ടോ. അല്ലാതെ മുഖത്തിന് മാത്രമല്ല. 2 finger ഞാൻ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ പുട്ടി അടിച്ച പോലെ ഇട്ട് വെക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, 2 finger റൂളിൽ നമ്മുടെ മുഖത്തിനും കഴുത്തിനും വേണ്ടത്ര ക്വാണ്ടിറ്റി നമുക്ക് ഒരളവിൽ കിട്ടും. അതെടുത്ത് നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര വേണ്ട പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടും കേട്ടോ. അല്ലാതെ ചെറിയ ലൈറ്റായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താലും സൺസ്ക്രീൻ കുറഞ്ഞു പോയാലും വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടാറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഈ സൺസ്ക്രീൻ
സ്പ്രേ ടൈപ്പിലുള്ള കുറേ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാലും വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നാറ്. കാരണം സ്പ്രേ ടൈപ്പ് ആണല്ലോ, നമ്മൾ ഒരുപാട് അങ്ങോട്ട് അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ വേണ്ടത്ര ക്വാണ്ടിറ്റിയിലുള്ള സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ വന്നിട്ടില്ല എന്നെനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ചില സൺസ്ക്രീനൊക്കെ ഭയങ്കര വൈറ്റ് കാസ്റ്റ് വരാറുണ്ട്. അത് നല്ലതാണോ എന്ന് ചോദിക്കാറുണ്ട്. ഈവൻ ഈ വൈറ്റ് കാസ്റ്റ് വരുന്നത് അതിൽ സിങ്ക് ഓക്സൈഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അത് ഓൾറെഡി നമ്മുടെ UV റേസിൽ നിന്ന് സൺ ഡാമേജിൽ നിന്ന് നമ്മളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിലും അതൊരു പൊട്ട സൺസ്ക്രീനാണ് എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ, സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടേത് ഒരു ഡ്രൈ സ്കിൻ ആണ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഈവൻ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ UV ഡോക്സിൻ്റെ സിലിക്കൺ ബേസ്ഡ് സൺസ്ക്രീൻ ഉണ്ട്. അത് ആക്നെ പ്രോൺ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ഡെർമയുടെ ഷാഡോ സൺസ്ക്രീൻ നല്ലതാണ്, അരാട്ടയുടെ സൺസ്ക്രീൻ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ഷീറ്റ്സിൻ്റെ സൺസ്ക്രീൻ ഉണ്ട്, അത് നല്ലതാണ്. ഇനി നമ്മുടെ ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ, ക്രീം ബേസ്ഡ് ആയിട്ടുള്ളത്, അതും നല്ലതാണ്. ഇനി അതൊന്നും അല്ല, ഇനി നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ബയോട്ടിക്കിൻ്റെ സാൻഡൽവുഡ് എന്ന് പറയുന്ന സൺസ്ക്രീൻ ക്രീം ബേസ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം ഒരു ഡ്രൈ സ്കിന്നിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ അത്. അപ്പോൾ ഈ രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കിൻ കെയർ കഴിഞ്ഞ് നിങ്ങളുടെ മോയ്സ്ചറൈസറും കഴിഞ്ഞിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ബേസിക്കിലാണ് നമ്മളിങ്ങനെ നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും കൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം രണ്ടും സൺസ്ക്രീൻ വിത്ത് മോയ്സ്ചറൈസർ എന്നുള്ളത് തന്നെ വാങ്ങി യൂസ് ചെയ്താലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ലെയറപ്പ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് മെയിനായിട്ട് വരുന്ന ഒരു ഡൗട്ടാണ്, 2 SPF ഉള്ള സൺസ്ക്രീൻ ചേർത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന്. അതായത് ഒരു SPF 30 ഉള്ളതും SPF 20 ഉള്ളൊരു സൺസ്ക്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെ SPF 50 കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. ഇല്ല, കിട്ടാറില്ല കേട്ടോ. നിങ്ങളിപ്പോൾ SPF 30 ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാതെ രണ്ടും കൂടെ ചേരുമ്പോൾ കൂട്ടിയിട്ട് SPF 50 കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ടിൻറ്റഡ് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ മറ്റൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് മാത്രം ടിൻറ്റഡ് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ഒരു AC റൂമിലൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ ഒരു 3 hours കൂടുമ്പം നിങ്ങളുടെ സൺസ്ക്രീൻ ഒന്ന് റീഅപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അതെല്ലാം നല്ല വെയിലത്തൊക്കെ വേണം പണി ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2 hours കൂടുമ്പോൾ നിങ്ങളുടെ സൺസ്ക്രീൻ ഒന്ന് റീഅപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ 2 hours കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം 2 hours കഴിഞ്ഞിട്ട് വീണ്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് മുന്നേ യൂസ് ചെയ്തത് നമ്മുടെ മുഖത്ത് ഇരുന്നിട്ട് നമ്മൾ ആക്നെ പ്രോൺ ആയിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന സ്കിന്നിൽ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയാസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്, വീണ്ടും പിമ്പിൾ കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റീഅപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് സൺസ്ക്രീന് പകരം നമ്മുടെ ആലോവേറ ജെല്ലിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു SPF ഉണ്ട്, അത് മതിയോ എന്ന് ചോദിക്കാറുണ്ട്. പോരാ, ആലോവേറ ജെല്ലി യൂസ് ചെയ്താൽ സൺസ്ക്രീൻ്റെയോ അല്ലെങ്കിൽ ഒരു ഈവൻ മോയ്സ്ചറൈസറിൻ്റെ എഫക്റ്റ് പോലും നമുക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യുക, സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. ആലോവേറ ജെല്ലെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊന്ന് കാം ചെയ്യാനും ഒന്ന് കൂൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചില സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ വിയർക്കാറുണ്ടല്ലേ. അപ്പോൾ വിയർത്തത് നമ്മൾ അങ്ങ് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ സൺസ്ക്രീനിൻ്റെ എഫക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ ആ സൺസ്ക്രീനിൻ്റെ എഫക്റ്റ് പോയി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളത് കഴുകിയിട്ട് ഒന്നും കൂടെ റീഅപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കുക, ചില സൺസ്ക്രീനൊക്കെ ഭയങ്കരമായ രീതിയിൽ നമ്മൾക്ക് മുഖം വിയർക്ക് കൂട്ടും. അപ്പോൾ അങ്ങനെ വിയർപ്പ് വരാത്ത രീതിയിലുള്ള സൺസ്ക്രീൻസ് നോക്കി യൂസ് ചെയ്യുക.
ചെയ്യുക. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് നല്ല സൺസ്ക്രീൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ അങ്ങനെ വിയർത്ത് അങ്ങനെ ഒളിച്ചു പോകുന്നൊരു സൺസ്ക്രീൻ അല്ല. പക്ഷേ എനിക്ക് യൂസ് ചെയ്തതിൽ ഏറ്റവും എനിക്ക് പറ്റാത്തൊരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഡെർമാ ടച്ചിൻ്റെ സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ. റേറ്റ് ഭയങ്കര കുറവാണ്. അങ്ങനെ ഞാൻ ഒരിക്കൽ വാങ്ങി നോക്കിയതാണ്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തൊട്ട് നമ്മൾ വിയർക്കും കേട്ടോ. നമ്മളങ്ങനെ വിയർക്കുന്ന രീതിയിലുള്ളൊരു സൺസ്ക്രീൻ വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ഇല്ല. കാരണം വിയർത്ത് കഴിഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ ഇട്ടാൽ എഫക്റ്റീവ് പോയി. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് ചേരുന്നതെന്ന് വാങ്ങി യൂസ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു ഗ്ലോ ഒക്കെ വേണമെങ്കിൽ അക്വലോജിക്കയുടെ ഒരു ഓറഞ്ച് കളർ സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ. അത് ഒരു ഭയങ്കര ഗ്ലോയി സ്കിന്നിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഒരു സൺസ്ക്രീനിൽ നിന്ന് തന്നെ നമുക്കൊരു ഗ്ലോ ഒക്കെ നമ്മുടെ ഫേസിന് വേണമെന്നുണ്ടെങ്കിൽ ഇനി അക്വലോജിക്കയുടെ തന്നെ വാട്ടർമെലൺ സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ അതേപോലെ ഡോട്ട് ആൻഡ് കെയുടെ കൂളിംഗ് സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ വിഷ് കെയറിൻ്റെ ഒരു ലിക്വിഡായിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ട്. ഇതൊക്കെ ആക്നെ പ്രോൺ ആണെങ്കിലോ നിങ്ങളുടെ ഒരു നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലോ യൂസ് ചെയ്യാൻ പറ്റിയ സൺസ്ക്രീനാണ്. അതായത് നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും ഒരു ഹെവി ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടാത്ത ടൈപ്പുള്ള സൺസ്ക്രീനാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് നോക്കുന്നത്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതാണ് നമ്മുടെ ഫിക്സ് ഡെർമയുടെ ഷാഡോ സൺസ്ക്രീൻ. നിങ്ങൾ പിന്നെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ SPF 30 തന്നെ ധാരാളമാണ് കേട്ടോ. അധികം അങ്ങനെ വെയിലത്തൊന്നും ഇറങ്ങുന്നില്ല, വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ SPF 30 തന്നെ ധാരാളമാണ്. അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റാറില്ല. കാരണം ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് വിയർക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ കിച്ചണിൽ പോയി നിന്ന് ഓരോ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായ രീതിയിൽ വിയർക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ ടൈമിൽ ഇപ്പോൾ അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല എന്ന് വേണം പറയാൻ. പക്ഷെ ഞാൻ പുറത്തൊക്കെ പോവുകയാണെങ്കിലും ഉറപ്പായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും സൺസ്ക്രീനെ പറ്റിയിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. എന്നോട് ചോദിച്ചിരുന്നത് ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അതൊക്കെ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സബ് ചെയ്യാനും ഒക്കെ ഒന്നും മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ബൈ.